ഏട്ടാ 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 കുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയെന്ന്. ഏട്ടാ ഏട്ടാ ഞാൻ പറയുന്ന കേൾക്ക്. എന്താടാ നീ ഒറ്റയ്ക്ക് വന്നത്? രാഘവൻ വന്നില്ലേ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മേ. അങ്ങനെയാണോ? ഗുപ്ത ഗുപ്ത എഴുന്നേക്ക്. ഗുപ്ത എഴുന്നേക്ക്. രാത്രിയിലെ നീ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. പകലെങ്കിലും ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ? അയ്യോ ഗുപ്ത, രാഘവേട്ട ഫോൺ എടുക്കുന്നില്ലെന്ന്. എനിക്കെന്തോ പേടിയാവാ. കുട്ടികൾക്കൊന്നും സംഭവിക്കില്ലല്ലോ? അല്ല രാഘവേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? പറ ഗുപ്ത. ഞാൻ എന്തുമാത്രം നിന്റെ മുന്നിൽ ബുദ്ധിമുട്ടുന്നുവോ അതുപോലെ ആ തടിച്ച മനുഷ്യ ജന്മവും നിന്റെ കുട്ടികളാൽ അവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിന്റെ തെറ്റ് മാത്രമല്ല, എന്റെ തലയിലെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? എന്താ ഗുപ്ത ഇത്? കോമഡി പറയാണോ? അതിനുള്ള അവസരം നീ തന്നിട്ടുണ്ടെങ്കിലല്ലേ. ഒരു ദിവസം ഹാസ്യം, അടുത്ത ദിവസം കാരുണ്യം, അതിനടുത്ത ദിവസം ഭയം, അങ്ങനെ നവരസങ്ങളും കാണിക്കുകയല്ലേ നിങ്ങളെ. ഇതും നവരസത്തിലുള്ളതാണോ? കുട്ടികള്. ലീല മാഡം, പിള്ളേർക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കിയോ? കുട്ടികൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ എന്തിനാ ലഞ്ച് ബോക്സ് അവർക്ക് കൊടുത്തുവിടുന്നത്? എന്താ ഇത്? ഞാൻ ചോദിച്ചോണ്ടേ ഇരിക്കുന്നു, നീ ഒന്നും മിണ്ടുന്നില്ല. റെഡിയാക്കിയോ ഇല്ലയോ? അത് പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് അല്ലേ, എവിടെ കൊടുത്തുവിടുവോ എന്തോ. എന്താ നിന്ന് തലചൊറിയുന്നേ? 10 മിനിറ്റിനകം ലഞ്ച് ബോക്സ് റെഡിയാക്കാം മാഡം. മഹേശ്വരി എവിടെ? കണ്ടില്ലല്ലോ. അത് പിന്നെ സാറേ, അത് പിന്നെ കുട്ടികള് എന്താ മോളെ? അത് സാറേ. എന്തു പറ്റി നിനക്ക്? എന്തോ ഒരു വല്ലായ്മ പോലെ. അങ്ങനെയൊന്നുമില്ല സാറേ, മഹേശ്വരി മാഡം എന്തോ ജോലിക്ക് വേണ്ടി പുറത്തു പോയിരിക്കുവാ. ശരി, രാഘവൻ വന്ന് എന്റെ അടുത്തേക്ക് പറഞ്ഞുവിടെ. പറഞ്ഞുവിടാം സാറേ. മാഡം, സാറെന്താ പെട്ടെന്ന് വന്നത്? ഇത് അവന്റെ വീടല്ലേ, അവൻ എപ്പോ വേണമെങ്കിലും വരും. എന്താ നിന്നോട് ചോദിക്കണോ വരാൻ? തെറ്റായി പോയി, സോറി മാഡം. ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കാം. ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുക. എന്താ പറ്റിയത് ഇവൾക്ക്? ശരി, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പറ. മഹേന്ദ്ര സാറ് വീട്ടിലേക്ക് വന്നു മാഡം. നീ എന്താ ഈ പറയുന്നേ? മഹേന്ദ്രൻ വീട്ടിൽ വന്നെന്നോ? അതും ഈ സമയത്തോ? എന്തിനാ വന്നത്? സാറിന്റെ വീട് സാറിന് എപ്പോ വേണമെങ്കിലും വരാം. നിന്നോട് ചോദിച്ചിട്ടാണോ വരേണ്ടത്? എടി, നീ ആരോടാ പറയുന്നേ? ഇത് ഞാൻ പറഞ്ഞതല്ല മാഡം, വല്യ മാഡം ഞാൻ നേരത്തെ ചോദിച്ചപ്പോ എനിക്ക് തന്ന മറുപടിയായത്. ഓ, അതി നിർത്ത്. കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല മാഡം, മാഡത്തിനെ കുറിച്ചും രാഘവനെ കുറിച്ചും ചോദിച്ചു. മാഡം പെട്ടെന്ന് തന്നെ വരണേ, എനിക്ക് അധികം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പേടിച്ച് ചിലപ്പോ സത്യം പറഞ്ഞു പോവും. ഓ എടി പൊട്ടി, നീ അബദ്ധം കാണിച്ച് സത്യം ഒന്നും വിളിച്ച് പറയരുത്. ഞാൻ ഇപ്പൊ വരാം. ഞാൻ വരുന്നവരെ നീ അടുക്കളയിൽ തന്നെ നിന്നാ മതി. ശരി മാഡം. ഇങ്ങനെ റോഡിൽ കൂടെ എത്ര നേരം എന്ന് പറഞ്ഞാ നടക്കുന്നേ? എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരിക്കാം. പാർക്കിലേക്ക് പോവാം. അവിടെ സെക്യൂരിറ്റി കാണുമല്ലോ. നമ്മൾ 4 പേരും കുട്ടികളാ, അവർക്ക് സംശയം തോന്നും. സിനിമയ്ക്ക് അവിടെ ആരെങ്കിലും നമ്മളെ അന്വേഷിച്ചു വന്നാ രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഹോട്ടലിലേക്ക് പോയാലോ? മുതിർന്നവരാരും ഇല്ലാതെ അവിടെ എങ്ങനെ പോവാൻ പറ്റും? എന്താ നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു? നീ കൊറേ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചില്ലേ? ഇമാതിരി വേസ്റ്റ് പ്ലാൻ ഒക്കെ ഇട്ടാ എങ്ങനെയാ? നല്ലൊരു പ്ലാൻ ആദ്യം പറയും. അഞ്ജു, നീ പ്ലാൻ ആണോ ആലോചിക്കുന്നത്, അതോ രാവിലത്തെ വാക്കിംഗ് ഫിനിഷ് ചെയ്യണോ? ഐഡിയ ഒന്നും ഇഡലി ഉണ്ടാക്കുന്ന പോലെ എളുപ്പമല്ല. ചോദിച്ച ഉടനെ പറയാൻ എനിക്ക് സമയം താ. ഐഡിയ, ഈ റോഡില് ഫസ്റ്റ് വരാൻ പോകുന്ന വെഹിക്കിളിന്റെ മുമ്പില് ഒരാള് വീഴുന്ന പോലെ ആക്ട് ചെയ്യണം. അപ്പോ വെഹിക്കിളിന്റെ ഓണർ പേടിക്കും. ബാക്കിയുള്ള 3 പേരും ഓവർ ആക്ടിങ് ചെയ്യണം. വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയണം. ഫസ്റ്റ് എയ്ഡിന്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും പറ്റിയ, അല്ലെങ്കിൽ കാശ് തന്നിട്ട് പോയാ? വെഹിക്കിളിന്റെ മുമ്പിൽ ശരിക്കും നമ്മൾ വീഴുന്നില്ലല്ലോ, വീഴുന്ന പോലെ ആക്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ പണം തരാനോ നോക്കിയാ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്.
ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കും തോന്നുന്നുണ്ടോ? പേടിക്കാതിരുന്ന അതൊക്കെ നടക്കും. ഒന്നും ഉണ്ടാവില്ല. ഞാനില്ലേ കൂടെ. ശരി, നിങ്ങൾ 3 പേരില് വെഹിക്കിളിന്റെ മുമ്പിൽ വീഴുന്നത് ആരാന്ന് ഡിസൈഡ് ചെയ്യും. എന്താ പറഞ്ഞേ? എല്ലാരും എന്താ എന്നെ തന്നെ നോക്കുന്നേ? പ്ലാൻ ഞാൻ പറഞ്ഞിട്ട് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, ഞാൻ തന്നെ പോവാം. വേണ്ട ചേച്ചി, ഞാൻ പൊക്കോളാം. കുഴപ്പമില്ല, ഞാൻ തന്നെ പോവാം. ഞാൻ പോവാം ചേച്ചി. ഞാൻ പൊക്കോളാടാ. ആരെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ. ശരി, ഞാൻ തന്നെ പോവാം. ശ്രദ്ധിച്ച് പോണം. നെക്സ്റ്റ് വരുന്ന വെഹിക്കിളിന്റെ മുമ്പിൽ ചെന്ന് വീഴണം. സഡനായിട്ട് അവർ ബ്രേക്ക് ചെയ്യും. ദൂരത്തെ നിൽക്കൂ, ടച്ച് ചെയ്യില്ല. പക്ഷെ ഇടിച്ചതുപോലെ ആക്ട് ചെയ്യണം. മനസ്സിലായോ? ശരി. വാ. എന്റെ അമ്മോ, ഇതിന്റെ മുമ്പേ ചെന്ന് ചാടിയാ ഉറപ്പായിട്ട് ഞാൻ ചാവും. ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലാൻ വർക്കൗട്ട് ആവോന്ന് അറിയില്ലെന്ന്. ഫസ്റ്റ് ടൈം അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട. നെക്സ്റ്റ് വെഹിക്കിൾ ഏതാണെന്ന് നോക്കാം. എന്നെ വിശ്വസിക്കേ, ഈ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവുന്നതായിരിക്കും. ആ വരുന്ന സ്കൂട്ടർ കണ്ടോ? ആ സ്കൂട്ടർ വന്ന് ഇടിക്കുകയാണെങ്കിൽ അതിനെ കുഴപ്പമുണ്ടാവും. നമുക്കൊന്നും സംഭവിക്കില്ല. ആനന്ദേട്ടാ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. വീഴ്. എന്താ? വീഴ്. വേദനിക്കുന്നേ അമ്മ, എന്റെ കാലേ. അയ്യോ, അയാള് പറഞ്ഞതുപോലെ ഞാൻ റോട്ടിലൂടെ അല്ല, മനുഷ്യന്റെ മോളിൽ കൂടെ എന്റെ ഈ സ്കൂട്ടി ഓടിക്കുന്നതെന്ന് തോന്നുന്നു. എന്റെ കാലൊടിച്ചില്ല ആന്റി. എന്റെ കാലേ. മോനെ, എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ, ആനന്ദ്, അയ്യോ എന്റെ അനിയനെ ഇടിച്ചിട്ടേ. അയ്യോ, എന്റെ ചേട്ടന്റെ കാല് ഒടിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ആനന്ദ്, അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? മോനെ, അയ്യോ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, എന്തിനാ ചേട്ടനെ കൊണ്ടുവന്ന് ഇടിച്ചേ? എല്ലാം നിങ്ങൾ കാരണം. അയ്യോ, ചേട്ടാ. അയ്യോ, എന്റെ ചേട്ടന്റെ കാലൊടിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കാം. പോലീസ്. 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 മോളെ, മോളുടെ ഏട്ടന് ഒന്നും പറ്റിയിട്ടില്ല. വേണമെങ്കിൽ നോക്കിക്കേ. കണ്ടില്ല എന്റെ ചേട്ടന്റെ അവസ്ഥ? എണീക്കാൻ പോലും പറ്റുന്നില്ല. പോലീസ്. പോലീസ്. മോളെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ട്രീറ്റ്മെന്റ് എന്ത് ചെലവായാലും ഞാൻ നോക്കിക്കോളാം. ഹോസ്പിറ്റലിലേക്ക് പോണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോ. പ്ലീസ്. ഞാൻ വീട്ടിലല്ല മോളെ, ഹോസ്റ്റലിലാ ഉള്ളത്. അത് സാരമില്ല. എല്ലാരും വന്നേ വന്നേ കേറ്. ഹലോ, വന്നേ. വണ്ടി ഇടിച്ചിട്ട് പോരാ, അവിടെ ആലോചിച്ചോണ്ട് നിക്കുവാ. വന്നേ, റൂമില് പോയതിനു ശേഷം സംസാരിക്കാം. വാ. ഇനി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? വന്നേ. ട്രിപ്പിൾസ് അടിച്ചാലേ പോലീസ് ഫൈൻ അടിക്കും. ഇത്രയും ആൾക്കാരെയും കൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴിയിലൂടെ പോവാം. പ്ലീസ് ഒന്ന് വന്നേ. മഹി, മഹി, കുട്ടികളെ കണ്ടു കിട്ടിയോ? അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അഞ്ജലിക്ക് വിശക്കുന്നുണ്ടാവും. അവർക്ക് കഴിക്കാനുള്ള സമയമായി. ആകാശിന്റെ ആസ്മ മെഡിസിൻ അവൻ കൊണ്ടുപോയോ എന്തോ. അമ്മോ, അവൾക്ക് വലിയ ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ പേടിയോ. അവരെവിടെയാണോ എന്തോ. എന്തെങ്കിലും വിവരം കിട്ടിയോ? മഹി, ഗുപ്ത,
ഗുപ്ത! അയ്യോ, കൺമുന്നിൽ നിൽക്കുമ്പോൾ ഒരു രീതി, കണ്ണിൽ പെടാതെ നിൽക്കുമ്പോൾ വേറൊരു രീതി, കാഴ്ചയെ തരാതിരുന്നാൽ വേറൊരു രീതി. എന്തിനാണ് എനിക്ക് ഈ അനുഭവങ്ങൾ തരുന്നത്? അയ്യോ ഗുപ്ത! എന്താ ഉണ്ടായത് മകളെ? നിങ്ങളൊന്നും പറയണ്ട. നടന്നു കഴിഞ്ഞതറിയാം, നടന്നത് എന്താണെന്നറിയാം, നടക്ക പോകുന്നതറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിക്ക്, കുട്ടികൾ എവിടെയെന്ന് പോലും അറിയില്ല. അവരെവിടെയാണെന്നോ, എങ്ങനെ ഇരിക്കുകയാണെന്നോ, എന്ത് ചെയ്യാണെന്നോ, അവര് ഭദ്രമായിട്ട് ഇരിക്കുകയാണെന്നോ പോലും അറിയില്ല. കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏട്ടൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. ഞങ്ങൾ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളേ? ആദ്യം നിങ്ങൾ എന്നെ കൊന്നു. ശരി, എന്റെ ആയുസ് അത്രേ ഉള്ളൂ ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ കുട്ടികളെ വീട് വിട്ടു പോയി. മകളെ നിൽക്കൂ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്നോട് ക്ഷമിക്ക ഗുപ്ത. കുട്ടികളെ കാണാത്തതിന്റെ വിഷമത്തില് ഞാൻ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞു. പാവം, നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? നടക്കുന്നത് കണ്ടു നിൽക്കാനല്ലേ പറ്റും. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മകളെ. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മനുഷ്യജന്മത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് കർമ്മഫലമെന്നാണ് പറയാറ്. പക്ഷേ ചില സംഭവങ്ങൾ മറ്റുള്ളവരുടെ ദുഷ്ചിന്ത കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടുമെല്ലാം ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതായിരിക്കും. എന്നാലും സ്ത്രീകളുടെ ജീവിതം വളരെ വിചിത്രമായിരിക്കും. ജനിച്ചത് മുതൽ അവരുടെ അച്ഛനും അമ്മയുമായിരിക്കും അവർക്ക് ജീവൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവായിരിക്കും ദൈവത്തിന് തുല്യം. കുട്ടികൾക്കെല്ലാം ജന്മം നൽകി അവരെയും ജീവനായി തന്നെ കരുതും. അവരെ ചുറ്റിയുള്ള ജീവിതത്തിന് വെളിച്ചം പകർന്നു നൽകുവാനായി അവരെപ്പോഴും കൂടെയുണ്ടാവും. നീ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ചിലവാക്കിയ സമയമെല്ലാം പാഴായി പോയല്ലോ എന്ന് ചിന്തിക്കും. അതാണ് സത്യം. ആ മകളെ, ധൈര്യമായിട്ടിരിക്കും. നിനക്ക് നല്ലത് വരട്ടെ. ഗുപ്ത, മാഡം, കുട്ടികളെ കണ്ടായിരുന്നോ? ഇല്ല, മിണ്ടാതെ വന്നേ. മഹേശ്വരി എവിടെ പോയിരുന്നു? മഹേശ്വരി, മഹേന്ദ്ര, എവിടെയോ പോയെന്ന് കേട്ടല്ലോ. ആ, അത് ചെറിയൊരു ആവശ്യം ഉണ്ടായിട്ട് പോയതാ. അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്തു പറ്റി? ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല മഹേന്ദ്ര. ഞാൻ ഓക്കെയാണ്. കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു കേട്ടോ. അല്ല, രാഘവൻ എന്താ കോൾ എടുക്കാത്ത? അയ്യോ, മഹേന്ദ്രൻ എന്തോ സംശയമുണ്ടല്ലോ. ഇതിവിടെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇനി കുട്ടികളെ കുറിച്ചായിരിക്കും ചോദിക്കുക. സത്യം അറിഞ്ഞ പിന്നെ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പറയും മഹേശ്വരി. കുട്ടികൾക്ക് വേണ്ടി ലഞ്ച് കൊടുത്തുവിടാൻ ഞാനാ പറഞ്ഞു വിട്ടത്. ഡ്രൈവ് ചെയ്യുന്നോണ്ടായിരിക്കും ഫോൺ എടുക്കാതിരുന്നത്. എന്താ, രാഘവൻ വീട്ടിൽ വന്ന് ലഞ്ച് ബോക്സ് എടുത്തോണ്ട് പോയോ? ഞാൻ കണ്ടില്ലല്ലോ.
എപ്പോ വന്നു ലീല? മാഡം അത് പിന്നെ വന്നോന്ന് ചോദിച്ചാ അത് പിന്നെ ലേറ്റ് ആയെന്നും പറഞ്ഞ് ഗേറ്റിനടുത്ത് വരെ നീയല്ലേ കൊണ്ടു കൊടുത്തത്. നീ അത് മറന്നുപോയോ? ആ ആ അതെ അതെ കൊടുത്തായിരുന്നു. മഹേന്ദ്ര, വൈകിട്ട് കുട്ടികൾ വന്ന ഉടനെ അവരെയും കൂട്ടി പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വാ. വീട്, സ്കൂള് അതല്ലാതെ പുറത്തെങ്ങും പോകാതെ ബോറടിച്ചിരിക്കുക. എന്തിന്? അവരിപ്പോ പുറത്തേക്കാണല്ലോ പോയിരിക്കുന്നേ. ശരി അച്ഛാ, കുട്ടികൾ വന്ന ഉടൻ തന്നെ ഞാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. കുട്ടികളെ കാണാതായെന്ന് മഹേന്ദ്രൻ അറിഞ്ഞ അയ്യോ, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. നോക്കാവാലയ്യ നോക്കാവാലയ്യ വാ 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 വാ. നിർത്ത്. അത് മതിയോ? അതോ ഇനി ഞാൻ വരുമ്പോ 4 കുട്ടികളെയും കൂടി കൂട്ടിക്കൊണ്ടുവരണോ? നീ കുട്ടികളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഞാനൊരു തമാശയായിട്ടാ കരുതിയത്. സത്യമായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്റെ സമയദോഷം. ഇത് വായല്ല, മുനിസിപ്പാലിറ്റിയാ. നീ സത്യം പറ, നീയും ഇവരും തമ്മില് ഒരു ബന്ധവുമില്ലെന്നാണോ? കറക്റ്റായിട്ട് 4 കുട്ടികളെ കൊണ്ടുവരുമെന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ 4 കുട്ടികളുമായിട്ട് 2 മണിക്കൂറിനകം വന്നു. മിണ്ടാതിരിക്കെ. ഞാനും ഈ കുട്ടികളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ശരിക്കും നടന്ന എന്താന്ന് വെച്ചാ, നമ്മൾ അഭിനയിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി കാണോ? എന്തായാലും കുഴപ്പമില്ല, വഴക്ക് പറഞ്ഞിട്ട് വിടും. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഓടിയിടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ അഡ്രസ് വാങ്ങിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവിടും. അവർക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുക്കുമല്ലോ, ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങൾ മിണ്ടായിരുന്നാ മതി. അല്ല, ഏത് കാലിലാ പരിക്ക് പറ്റിയ? ലെഫ്റ്റ്. നിങ്ങള് ഏത് കാലിലാ പരിക്ക് പറ്റാത്തേന്നല്ലേ ചോദിച്ചേ? എനിക്കിച്ചിരി കൺഫ്യൂഷനായി. പിള്ളേരെ, നിങ്ങളെ എല്ലാരും ഇങ്ങനെ കാണുമ്പോ എനിക്കെന്തോ നല്ല ഡൗട്ടുണ്ട്. ഞങ്ങളെന്താ മാത്സ് സബ്ജക്റ്റ് ആണോ ഞങ്ങളെ കണ്ട ഡൗട്ട് തോന്നാൻ? ഞങ്ങളൊക്കെ കൊച്ചു കുട്ടികളല്ലേ. ഈ ചെറിയ കുട്ടി എന്താ ഇങ്ങനെ? വന്നപ്പോ മുതല് ഭയങ്കര ഓവർ ആക്ഷൻ ഇട്ടോണ്ടിരിക്കുക. മറ്റു 3 പേരെയും കാണുമ്പോ എനിക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷെ ഈ കുട്ടിയെ കാണുമ്പോ ഇവരെന്തോ ഒരു പ്ലാൻ ഒപ്പിക്കാനുണ്ടോ. കാണാൻ നിങ്ങൾ സ്കൂൾ കുട്ടികളെ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ബാഗിൽ എന്താ? ബുക്സിന് പകരം തുണികളാണോ ഉള്ളത്? നിങ്ങളേതെങ്കിലും സ്കൂളിലെ ടീച്ചറാണോ? അല്ല. എന്തു പറ്റി? ഇത്രയും നേരമായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ചേട്ടന്റെ കാലില് പരിക്ക് പറ്റിയതിന് വിഷമിച്ചിരിക്കുക. ഞങ്ങളെ ഒന്ന് തനിച്ച് വിടെ, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോളാം. ശരി. ആ ചെറുക്കിന് പരിക്ക് പറ്റിയതായിട്ടൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു ഉടായ്പുണ്ട് ഉറപ്പായിട്ടും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പക്ഷെ കുട്ടികളല്ലേ, വിരട്ടി ചോദിച്ചാ ഒന്നും പറയില്ല. സമാധാനത്തിൽ ചോദിക്കണം. അയ്യോ, സാറ് ചോദിച്ചു ഞാൻ എന്തോ പറയും. അയ്യോ, ഇത്രയും ഇട്ടിട്ടും അമ്മോ
വേർത്ത് കുളിക്കുകയാണല്ലോ. മൂന്നാറിലേക്ക് പോകുന്ന കുട്ടികളെ ഫോൺ ചെയ്യാന്ന് വെച്ചപ്പോ കേൾക്കാൻ നിൽക്കാതെ തന്നെ ഫോൺ കട്ട് ചെയ്തു. അവരെ ഒന്നുകൂടെ ഫോൺ ചെയ്ത് ബസ് അരമണിക്കൂർ മുന്നേ വരുമെന്ന് പറയാം. ഓ, ഈ ബാങ്കുകാരന് വേറെ ഒരു പണിയും ഇല്ലല്ലോ. വിളിച്ചോണ്ടേയിരിക്കും, ചത്താലും വിടില്ല. ഞാൻ ഇവിടെ വല്ലാത്ത ഭ്രാന്തിലിരിക്കുക. നിന്നെ ഇന്ന് ഞാൻ വിടില്ലടാ. ആ നിക്ക്, ഞാൻ ഈ വണ്ടി ഒന്ന് നിൽക്കോട്ടെ. നീ ഇന്ന് എന്റെ കയ്യിൽ കുറെ കേക്കും. ഹായ് സർ, എന്റെ പേര് പ്രവീൺ. ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ സാർ എന്തോ ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എനിക്ക് പേഴ്സണലായിട്ട് ഒരു ലോണും വേണ്ട സാർ. ലോൺ എടുക്കാനുള്ള ഒരു ആവശ്യവും ഇല്ല. എനിക്കിപ്പോ ക്രെഡിറ്റ് കാർഡൊന്നും വേണ്ട. മാത്രവുമല്ല, എനിക്കിപ്പോ നിങ്ങളുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യവും ഇല്ല.